രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്ന് ആരംഭിക്കും. രാഹുൽ ഗാന്ധി കന്യാകുമാരിയിലെത്തി വൈകിട്ട് 5 മണിക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പതാക കൈമാറും. 6 മാസം കൊണ്ട് 3500-ലധികം കിലോമീറ്ററുകൾ കാൽനടയായി സഞ്ചരിച്ച് കശ്മീരിൽ യാത്ര സമാപിക്കും. കന്യാകുമാരിയിൽ നിന്ന് വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് യാത്രയുടെ ആരംഭം, ഒരുക്കങ്ങൾ, വിവരങ്ങൾ? രാഹുൽ ഗാന്ധി കന്യാകുമാരിയിലെത്തി അല്പസമയത്തകം തിരുവള്ളൂർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. അതിനുശേഷം 5 മണിയോടുകൂടിയാണ് ഗാന്ധി സ്മൃതി മണ്ഡപത്തിന് മുന്നിൽ നിന്ന് അദ്ദേഹത്തിന്റെ പദയാത്രയ്ക്ക് ഔദ്യോഗിക ആരംഭമുണ്ടാകുക. അവിടെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രാഹുൽ ഗാന്ധിക്ക് ദേശീയ പതാക കൈമാറും. ആ പതാകയുമായാകും അദ്ദേഹം യാത്ര ആരംഭിക്കുക. അതിനുശേഷം പൊതുയോഗവും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഇവിടെ ഇതിനകം എത്തിച്ചേർന്നിട്ടുണ്ട്. സംസ്ഥാനത്തുള്ള ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളും കന്യാകുമാരിയിൽ എത്തിച്ചേർന്നു. വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ മുന്നോട്ട് പോക്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യാത്രയ്ക്കാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ പൂർത്തിയായി കഴിഞ്ഞ് വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒക്കെയുള്ളത്. ശരി, നന്ദി അരുൺ.